നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവഴി പോയപ്പോ കുറുപ്പ് സാറിനൊന്ന് കാണാൻ കയറിയതാ. അതെന്തായാലും നന്നായി. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അതെ. ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. കാണണം, കണ്ടേ തീരൂ. അതെന്ത് ചോദ്യ വന്ദനെ? ഇത് നമ്മുടെ ദിയമോള് പഠിക്കുന്ന സ്കൂളല്ലേ. എനിക്കിവിടെ വന്ന് തിരക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? ദിയമോൾക്ക് അങ്ങനെ ഒരു രക്ഷകനുണ്ടെങ്കിൽ എനിക്കത് കുറെ കൂടി ആശ്വാസമല്ലേ ഏട്ടാ. എന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയവും കിട്ടും. നന്ദിയുണ്ട് ഏട്ടാ. നമ്മൾ തമ്മിൽ അങ്ങനെ നന്ദിയുടെ കാര്യമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, എന്നും രാവിലെ ഓട്ടോയിൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടണം. വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നതും ഓട്ടോയിൽ തന്നെയല്ലേ. എന്നുമുള്ള ഓട്ടോ ചെലവ് താങ്ങാനാവില്ല. എന്റെ കയ്യിലോട്ട് കാശുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കുട്ടിയുടെ പോക്ക് വരവൊക്കെ എന്റെ ബൈക്കിൽ തന്നെ ആയിക്കോട്ടെ. അതിന്റെ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. അതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വേറെ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ കുട്ടിയുടെ സ്കൂൾ ഫീസിന്റെ കാര്യവും നീ അറിയണ്ട. അത് ഞാൻ കൊടുത്തോളാം. നീ എന്തെങ്ങനെ നോക്കുന്നേ? എനിക്കിപ്പോഴും അങ്കലാപ്പ് മാറിയിട്ടില്ല. പിശുക്കൊക്കെ കളഞ്ഞ് ഇങ്ങനെ പണം ചെലവാക്കാൻ വേണ്ടി ഏട്ടന്റെ കയ്യിൽ എവിടുന്നാ വരുമാനം? കള്ളക്കടത്തും കരിഞ്ചെന്നൊന്നല്ല, അന്തസ്സായിട്ടൊരു ഏജൻസി ഏർപ്പാട്. അതിന്ന് വരുമാനമുണ്ട്. പണ്ട് പിശുക്കിന്റെ പേരിൽ കാണിച്ചിട്ടുള്ള ഓരോരോ തെറ്റുകളും തിരുത്താമെന്ന് വെച്ചു. വന്ദനെ, എന്താ അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. മോള് ഇതായിരിക്കുന്നു. വിളിച്ചിട്ട് വാ. ചില സമയം ഒത്തുവരുന്നവരെ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ പോട്ടെ. അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. സ്റ്റേഷനിൽ കൊടുത്ത ആക്സിഡന്റ് കേസ് പിൻവലിപ്പിക്കണം. അതിന് സാഗറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം വന്ദനയ്ക്ക് വേണ്ടി ചെലവാക്കിയാലും സാരമില്ല. അവളുടെ മനസ്സൊന്ന് അലിഞ്ഞാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.